അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്തിനാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും നേതാക്കന്മാരിൽ ചിലർക്ക് അറിയുകയില്ല എന്നാണ് തോന്നുന്നത്. അതല്ലെങ്കിൽ സമസ്ത എന്തിനാണ്, സമസ്തയുടെ കീഴ്ഘടകങ്ങൾ എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്നൊന്നും സമസ്തയുടെ ചില ആളുകൾക്ക് അറിയൂല എന്നാണ് ചില വിഷയങ്ങൾ കാണുമ്പോൾ ബോധ്യപ്പെടുന്നത്. സമസ്ത 100-ാം വാർഷിക ഉദ്ഘാടകനും സമാപന സമ്മേളനത്തിൻ്റെ മുഖ്യ പ്രഭാഷകനുമായ സമസ്ത 100-ാം വാർഷിക ഉദ്ഘാടകനും സമസ്ത 100-ാം വാർഷിക സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനത്തിൻ്റെ മുഖ്യ പ്രഭാഷകനുമായ വാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം അവരുടെ പരിപാടിയിൽ സംബന്ധിച്ച് പ്രസംഗിക്കുന്നതായിട്ട് കണ്ടപ്പോൾ അത് പല കാര്യങ്ങളും തീരുമാനിക്കുന്ന വിഷയങ്ങൾക്ക് പ്രമേയങ്ങളും പല പ്രമേയങ്ങളും വായിക്കുന്ന അതല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന വിഷയങ്ങൾക്ക് എതിരാണ് എന്നുള്ളതാണ് മനസ്സിലായത്. ഷാഫി ഹാജി ചമ്മാട് അദ്ദേഹമാണ് ആദർശ സമ്മേളനത്തിൽ സമസ്ത ആദർശ സമ്മേളനത്തിൽ പ്രമേയം വായിച്ചത് ഷാഫി ഹാജിയാണ്. ഷാഫി ഹാജിയുടെ ആ പ്രമേയം ഒന്ന് കേട്ടു നോക്കുക നമുക്ക്. എന്നാൽ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭ ദശകങ്ങൾ മുതൽ ചില പുത്തൻവാദികളും മതനവീകരണ ചിന്താഗതിക്കാരും സമ്പന്നമായ ഈ പാരമ്പര്യത്തിനെതിരെ ഒളിയമ്പുകൾ ചെയ്യാനും ക്രമേണ പ്രത്യക്ഷമായി തന്നെ രംഗത്ത് വരാനും തുടങ്ങിയിരിക്കുന്നു. അതാണ് അതിന്റെ സത്യം. 20-ാം നൂറ്റാണ്ടുകളിൽ സുന്നത്തി ജമാഅത്തിന്റെ പേരിൽ ഒളിയമ്പുകൾ വെക്കാൻ വേണ്ടിക്കൊണ്ട് പല നവീനവാദികളും പുത്തൻ പ്രസ്ഥാനക്കാരും ഇറങ്ങി വന്നിട്ടുണ്ട്. അവരോട് പിന്നിൽ കൂടുന്ന വിഷയത്തെ അവർക്ക് വേണ്ടിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യരുത്, ഒരിക്കലും അവരുടെ പിന്നിൽ കൂടരുത് എന്നാണ് സമസ്ത ആദർശ സമ്മേളനത്തിൻ്റെ വേദിയിൽ വെച്ചുകൊണ്ട് ഷാഫി ഹാജി ചമ്മാട് വായിക്കുന്നത്. ബാക്കി കൂടി പറയട്ടെ. ഈ പശ്ചാത്തലത്തിലാണ് മതവിശ്വാസാചാര സംരക്ഷണത്തിനും ഉമ്മത്തിന്റെ നാനാൻമുഖ പുരോഗതിക്കുമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമാകുന്നത്. മഹത്തായ ഈ സംഘടനയുടെ കീഴിൽ അണിനിരക്കാനും അതിന്റെ പ്രവർത്തകരും സഹായികളുമാകാനും ഈ യോഗം സർവ്വ മുസ്ലിങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. മതനവീകരണവാദികളുടെ സംഘടനാ പരിപാടികളിലും ആദർശവേദികളിലും പങ്കെടുക്കരുതെന്നാണ് ആരംഭം മുതലേ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഖ്യാപിത നിലപാട്. മുസ്ലിം സംഘടനകൾക്കിടയിൽ ഐക്യശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായോ അല്ലാതെയോ മുജാഹിദ്, ജമാഅത്ത് പോലുള്ള പുത്തൻ ചിന്താഗതിക്കാരുടെ സംഘടനാ വേദികളിലും ആദർശ പരിപാടികളിലും പങ്കെടുക്കുന്നത് സമസ്തയുടെ ഹിതപര്യന്തമുള്ള നയനിലപാടുകൾക്ക് വിരുദ്ധമാണ്. സംഘടനാ തലങ്ങളിലുള്ളവർക്ക് അത് അയോഗ്യതയായിരിക്കുന്നതുമാണ്. ഷാഫി ഹാജി പ്രത്യേകം പേരെടുത്ത് വായിച്ചു അല്ലേ? മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം പേരെടുത്ത് വായിച്ചു. ഈ പേരെടുത്ത് വായിച്ച ഈ ഖൗമിന്റെ പരിപാടിയിൽ പോയിക്കൊണ്ട് സംബന്ധിക്കുക. ഇപ്പുറത്ത് എന്താ ചെയ്യണത്? ആദർശ സമ്മേളനത്തിൽ പ്രമേയം പാസാക്കിയതാണിത്. ആര്? ഷാഫി ഹാജി ചമ്മാടാണ് ഈ വായിക്കുന്നത്. ഇത് സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എഴുതി കൊടുത്തതായിരിക്കുമല്ലോ, സമസ്തയുടെ തീരുമാനമാണല്ലോ എഴുതി കൊടുക്കുന്നത്. എന്നിട്ട് ഇപ്പുറത്തോ വേറെ രസം. നോമ്പ് തുറപ്പിക്കലും മറ്റു പരിപാടികൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കാരും മുജാഹിദൊക്കെ വിളിച്ച് അവിടെ പോയിട്ട് വല്ലാതെ പ്രസംഗിക്കും ചെയ്യാം. ഇതൊക്കെ ആരാ ചെയ്യണറിയോ? വിദ്യാഭ്യാസ ബോർഡിന്റെ ട്രഷററാണ് അദ്ദേഹം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ട്രഷററാണ്. അതുപോലെ തന്നെ SYSന്റെ പ്രസിഡന്റാണ്. സമസ്ത EK വിഭാഗം SYSന്റെ പ്രസിഡന്റും കൂടെയാണ്. അതുപോലെ തന്നെ
സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ട്രഷററും കൂടെയാണ്. നോക്കണങ്ങൾ, നമ്മളിത് പറയുമ്പോൾ ഒന്നും വിചാരിക്കരുത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ വഹാബികളോട് കൂട്ടുകൂടാൻ പാടില്ല എന്ന് സമസ്ത ഒരു തീരുമാനമെടുത്ത ആ തീരുമാനം നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയണം. അതിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവർക്കെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയണം. ഈ ആരാ ചില്ലറക്കാരനൊന്നുമല്ല. അതല്ലെങ്കിൽ പിന്നെന്ത് ചെയ്യണം? ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നൊക്കെ രാജിവെച്ച് പോകണം. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നൊക്കെ രാജിവെച്ച് സമസ്തയുമായി ബന്ധപ്പെട്ട സുന്നത്യമായത്തുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക? രാജിവെച്ച് കണ്ടുപോവുക. യെസുവിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു പോവുക, വിദ്യാഭ്യാസ ബോർഡിൻ്റെ ട്രഷറർ സ്ഥാനം രാജിവെച്ചു പോവുക. എന്നിട്ട് മുസ്ലിം ലീഗിൽ മാത്രമായിട്ട് കൂടുക. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. മറ്റേതെന്താ നിങ്ങൾ ഇത് പിന്നെ ആനപ്പുറത്ത് പോകും വേണം, ആള് കാണാനും പാടില്ല, അത് അങ്ങാടി കൂടി പോകും വേണം എന്ന് പറഞ്ഞാൽ അത് നടക്കൂല. സുന്നത്യമായത്തിൽ നടക്കൂല. ആനപ്പുറത്ത് പോകണം, അങ്ങാടി കൂടി പോകും വേണം, ഇത് ആള് കാണാനും പാടില്ല. അതെങ്ങനെയാ നടക്കുക? അത് നടക്കൂല സുന്നത്യമായത്തിൽ എന്ത് ചെയ്യുക? അത് നല്ലോണം സുന്നത്യമായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമസ്ത എന്ത് പറയുന്നോ അത് ചെയ്യാൻ തയ്യാറുള്ള ആളുകളാണ് അതിൻ്റെ കസാലയിൽ ഇരിക്കേണ്ടതും അതിൻ്റെ കടിഞ്ഞാൺ പിടിക്കേണ്ടതും. അതല്ലാതെ ഇപ്പുറത്ത് ചെല്ലുമ്പോൾ ഓരോട് കണ്ണിട്ട് കാണിച്ചുകാണ്ട് കസാലി വാങ്ങി മൈക്കി വാങ്ങിയാണ്ട് ഓരും ശരിയാണ് ഇവരും ശരിയാണ്, ഓര് പറയുന്നിടത്തും കാര്യമുണ്ട് ഇവർ പറയുന്നിടത്തും കാര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൂടുന്ന ആളുകളുണ്ടല്ലോ, ഓരെന്താ ശരിക്ക് പിന്നെ അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച് മുനാഫിക്ക് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അവരെന്ത് ചെയ്യും? അവരെ വിശ്വസിക്കാൻ പറ്റില്ല. അവരവിടെയും ഇവിടെയും എന്ത് ചെയ്യും? കൊണ്ടുപോയി കൊളത്തി കൊടുത്തുകാണ്ട് ഫിത്തനുണ്ടാക്കിയിരിക്കും. ജമാഅത്തുകാർ നടത്തുന്ന പരിപാടിയിൽ പോയി പങ്കെടുക്കുക, എന്നിട്ട് അവിടെ പോയിട്ട് പ്രസംഗിക്കുക. മുജാഹിദീങ്ങൾ നടത്തുക, എന്നിട്ട് അവിടെ പോയി പ്രസംഗിക്കുക. എന്നിട്ടോ അവരെന്നെയാണ് ഈ സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത്, സമാപന സമ്മേളനത്തിൻ്റെ മുഖ്യപ്രഭാഷണവും നടത്തുന്നത്. എന്തെല്ലാം വിഷയങ്ങളുണ്ടായി, എന്തെല്ലാം വിഷയങ്ങളിലെ ഒരുപാട് വിഷയങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ. അപ്പോൾ പിന്നെന്ത് ചെയ്യണം? ഒരുപാട് പള്ളികളുടെ ഖാദിയാകുമ്പോൾ ജനങ്ങളോട് എന്ത് ചെയ്യാണ്? നിങ്ങൾ അതിനൊന്നും പോണ്ട, നിങ്ങൾ വഹാബികളോടൊപ്പം കൂടാൻ പാടില്ല, മുജാഹിദീങ്ങളോടൊപ്പം കൂടാൻ പാടില്ല. ജനങ്ങളോട് പറയാം. ഇവര് ഖാദിസ്ഥാനം നിൽക്കുന്ന പള്ളികളിലുള്ള ഒക്കെ ആളുകളോട്. ഇവരാണെങ്കിലോ മുജാഹിദീൻ്റെയും ജമാഅത്തിൻ്റെയും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല പ്രവർത്തകരോടും പറയലല്ലേ നല്ലത്, നിങ്ങളൊക്കെ അതിന് പങ്കെടുത്തോളിന് വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞാണ്ട് ജനങ്ങളെയും കൂടി അതിലേക്ക് കൂട്ടുക നല്ലത്. അണികളെയും കൂടി ഒപ്പമുള്ള അണികളെയും കൂടി അതിലേക്ക് കൂട്ടുക നല്ലത്. അതല്ലാതെ വെറുതെ നമ്മൾ പിന്നെ നേതൃത്വം വേറൊന്നിൻ്റെ ഒപ്പം നിൽക്കുക, അണികളോട് വേറെ കുഴത്തിലും പറയുക, അതൊരു ശരിയല്ല. ഏതായാലും ഏത് ഭാഗത്തിലൂടെ നോക്കിയാലും ഇപ്പം ഈ കാട്ടിയത് ശരിയല്ല. ഇപ്പം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ടുള്ളൂ 100ാം വാർഷികം. അപ്പത്തിന് വഹാബിൻ്റെ ഒപ്പം കുത്തിരിക്കുക, എന്നിട്ട് ഓൽക്ക് പോഷാരം പാടുക. നോക്കിങ്ങൾ ഏതായാലും സുന്നത്യമായത്തിന് അല്ലാഹു തആല ഇവിടെ നിലനിർത്തി തരട്ടെ. സുന്നത്യമായത്തിന് വിശുദ്ധ റമദാനു ഷരീഫിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിനാര് തകർത്താലും അത് നല്ല ഉഷാറായിട്ട് അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.